നിൽക്കുന്ന നിപ്പ് കണ്ടോ? ഞാനേ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. നേരെ കയറി വന്നു. ശ്രീമതി ആരാണെന്ന് ചോദിച്ചു. ഉത്തരം പറയാതെ ഞാൻ ദോശ എടുത്ത് കഴിച്ചു. ഇദ്ദേഹം പോയി അമ്മയും കൂട്ടി വന്നു. എന്നെ ചോദ്യം ചെയ്തു. പക്ഷെ ഈ നേരം വരെ ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. താൻ അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക്. ഇത് പിടിക്കേ അമ്മാവ. ഈ ഉത്തരേ മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ പാലക്കാട് കൃഷിഭവനിലുണ്ടായിരുന്നത് 5-8 മാസം കൃഷി ഓഫീസർ ആയിരുന്നു. അത് പറ. കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റിയില്ല. വയസ്സായില്ലേ? അമ്മാവന് അത്ര വയസ്സൊന്നും ആയിട്ടില്ല. ഇപ്പോഴും നല്ല ചെറുപ്പം പോലെ ഇരിക്കുന്നത്. കളിയാക്കിയതല്ലോ. താങ്ക് യു. സോറിടാ, ഞാൻ ചുമ്മാ കാണിച്ചതാ. ഈ കോളേജിൽ പഠിക്കുമ്പോഴുള്ള ശീല. ആരെങ്കിലൊക്കെ ഒന്ന് ഞെട്ടിക്കണം, അല്ലെങ്കിൽ ലൈഫിന് എന്താ ഒരു ത്രില്ല്. സോറി ആന്റി. സാരമില്ല, കുട്ടി കാണിച്ചത് തെറ്റൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഹരി പറയും. അപ്പൊ മനസ്സിലാവും ഞാനും മോളും ഒക്കെ എന്തിനാ പേടിച്ചെന്ന്. എന്തായാലും നന്നായി. കുറെ കാലത്തിന് ശേഷം കണ്ടല്ലോ. ഇനിയിപ്പോ താൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. കാണേണ്ട കാര്യമുണ്ട്. ഇനി മുതല് ഇടയ്ക്കിടയ്ക്ക് എന്റെ ശല്യം ഉണ്ടാവും. പ്രത്യേകിച്ച് തന്നെ കറികളൊക്കെ എനിക്ക് പിടിച്ചതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചിട്ട് വന്നാ നന്നായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കി വെക്കാലോ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ശരി. അച്ഛാ. എന്താ മോളെ? അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഞാൻ മോളോട് അധികം അടുക്കുന്നില്ല, അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞില്ലേ? ഞാനിപ്പോ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടച്ചാ. അവളുടെ വിഷമങ്ങളൊക്കെ ഞാൻ മാറ്റിക്കോളാം. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. അച്ഛാ, നിനക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. മോളെ, നിന്നെ ഭാര്യയായി അംഗീകരിച്ച് വിപിൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ മുതല് എന്റെ അമ്മയുടെ മനസ്സിൽ നീ ഞങ്ങളുടെ മോളാ. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ മോൾ അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. അച്ഛാ, വിപിന്റെ സ്വഭാവത്തെക്കുറിച്ചാ പറയാനുള്ളത്. പലപ്പോഴും വിപിനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു ടെൻഷൻ. അതെല്ലാം കൊടുത്തു കഴിയുമ്പോ വിപിന് എന്നോട് മോളുടെ സ്നേഹം കാണിക്കണമെന്നില്ലല്ലോ. സത്യത്തില് വിപിൻ ഞങ്ങളെ തിരക്കി വന്നതുപോലും അച്ഛൻ ഈ സ്വത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടല്ലേ? മോള് പറയുന്നതിൽ വാസ്തവമുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടച്ചാ. തെരുവില് വരെ കിടന്നിട്ടുണ്ട്. വീണ്ടും അങ്ങനെയൊക്കെ ആയാലും ഞാൻ അതൊക്കെ സഹിക്കും.
പക്ഷെ മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അവളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? വേറൊന്നുമല്ല, വിപിൻ ഞങ്ങൾ സ്നേഹിച്ചോളും സംരക്ഷിച്ചോളും എന്നുള്ള ഉറപ്പ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായാൽ മതി. ഞങ്ങളും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും മോള് പേടിക്കണ്ട. അങ്ങനെ ഒരു ധൈര്യം അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നതുവരെ എന്റെ പേരിലുള്ള ഒരു സ്വത്ത് പോലും വിപിന്റെ പേരിലേക്ക് ഞാൻ മാറ്റിയിരുന്നില്ല. അവൻ നേർവഴിക്ക് നടക്കില്ലെന്ന് തോന്നിയാല് എനിക്കുള്ളതൊക്കെ കല്യാണി മോൾക്കുള്ളത്. അച്ഛൻ ഞാനീ പറഞ്ഞതൊന്നും വിപിനോട് പറയരുത്. ഇല്ല മോളെ, ഞാനൊന്നും പറയില്ല. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട മോളെ. ഞാൻ വേണമെങ്കിൽ ഒരു ചായ എടുക്കാം. എന്നാ കുറച്ചാകാം. മനു തിരിച്ചു വരുന്നതുവരെ ഞാൻ അമ്മയടുത്ത് പോയി നിന്നോട്ടെ. മനു വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. എന്നു പറഞ്ഞ ഇവിടെ മനുഷ്യക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മനു മാത്രമേ ഉള്ളൂന്ന്. ബാക്കിയുള്ളവരൊക്കെ കുഴപ്പക്കാരാണല്ലേ? ചെന്ന് കയറാൻ സമാധാനമുള്ളൊരു വീടുള്ളത് കാരണം കുഴപ്പമില്ല. അമ്മ പ്ലീസ്, അമ്മയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ വീട്ടിൽ പോട്ടെ എന്ന് ജ്യോതി ചോദിച്ചത്. ഏത് സ്വഭാവം? ആവശ്യമില്ലാത്ത കാര്യത്തിന് കുത്തുവാക്ക് പറയുന്ന ഈ ശീലം. ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ അമ്മയ്ക്ക്? ഇപ്പൊ ഞാൻ ആരായി? ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി. വന്നു കയറിയവളുടെ മിടുക്ക്. ഒന്ന് നിർത്തമ്മേ. ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ വെറുതെ മൂട് കളയല്ലേ. ഞാൻ ഇറങ്ങാം.